ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത് തന്നെ എന്നെ സിനിമയിൽ, മലയാള സിനിമയിൽ സജീവമാക്കാൻ ഏറ്റവും മുൻകൈ എടുത്തിട്ടുള്ളത് മഹാനടനായ ശ്രീ മമ്മൂക്ക തന്നെയാണ്. അദ്ദേഹമാണ് ഒരുപാട് നല്ല വേഷങ്ങൾ, അദ്ദേഹത്തിൻ്റെ എന്നേന്നല്ല ഒരുപാട് മലയാളത്തിലെ ഇന്നത്തെ നടന്മാരെ ഒരുപാട് പേരെ മുന്നോട്ട് കൊണ്ടുവന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് മമ്മൂക്ക തന്നെയാണ് എന്നുള്ളൊരു സംശയം. നടന്മാരെ മാത്രമല്ലല്ലോ, നവാഗതരായ സംവിധായകർക്ക് ഇത്രത്തോളം അവസരങ്ങൾ നൽകുന്ന മറ്റൊരു നടനില്ല എന്ന് തന്നെ പറയാം. നമുക്ക് ഒരു നടൻ എന്നുള്ളതിൽ ഞാൻ പറയേണ്ട ആവശ്യം തന്നെയില്ല. കാരണം ഇനിയും ചരിത്രങ്ങൾ സൃഷ്ടിക്കും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ നിൽക്കുന്ന ഒരു അതുല്യ പ്രതിഭയാണ് അദ്ദേഹം. വ്യക്തിപരമായി തന്നെ നമുക്കൊരു ലൊക്കേഷനിലൊക്കെ അദ്ദേഹം ഉണ്ടെങ്കിൽ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്തുമാത്രം കെയറിങ് ആണ്. നമ്മൾ ഓരോ കാര്യത്തിലും, ആരോഗ്യപരമായ കാര്യത്തിലായാലും, നമ്മളുടെ വേഷവിധാരണത്തിലായാലും, നമ്മളുടെ മേക്കപ്പിലായാലും, കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുന്നതിലായാലും ഞാൻ ഇന്നും ഓർക്കുന്നു, ശ്രീ ബാബു ജനാർദ്ദനൻ സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട്, ബോംബെ മാർച്ച് 12. അതിൽ സനാതനൻ എന്ന് ഞാൻ അദ്ദേഹത്തിനെ വിളിക്കുന്നതായിട്ടുണ്ട്. അദ്ദേഹം തെലുങ്കാനയിൽ ആ ഭാഗത്താണ്. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് ക്ലാരിഫൈ ചെയ്ത് ക്ലിയർ, സനാതനൻ എന്ന് പറയരുത്, അത് മലയാളത്തിലാകാം, സനാതനൻ. അപ്പം ഞാൻ ആലോചിക്കുന്നത്, പലപ്പോഴും അദ്ദേഹത്തിനെ സിനിമയിൽ കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഓരോരോ ഡയലോഗ് റെൻഡറിങ് കേൾക്കുമ്പോൾ മലയാളത്തിൽ ഇത്രയും രസകരമായി ഡബ് ചെയ്യുന്ന, ഇത്രയും രസകരമായി ഒരു മോഡുലേഷൻ കീപ്പ് ചെയ്യുന്ന, കൺട്രോൾഡ് മോഡുലേഷൻ ഇസ് ഗ്രേറ്റ്. അതിനുപരി പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, പ്രതിഭയുടെ ധാരാളിത്തമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ലോകത്തിലുണ്ടായിട്ടുണ്ട്, വാൻ ഗോഗ് മുതൽ ഒരുപാട് പേർ. പക്ഷെ ഒരേ സമയം ഒരു അതുല്യ അസാമാന്യ പ്രതിഭയായിരിക്കുകയും അതേസമയം തന്നെ സ്വജീവിതത്തിലെ കൃത്യതകൾ കൊണ്ട് സമൂഹത്തിന് ഒരു റോൾ മോഡൽ ആവാൻ കഴിയുകയും ചെയ്യുന്നത് വളരെ അപൂർവം ആളുകളാണ്. ഡിസിപ്ലിൻഡ് ആക്ടർ മാത്രമല്ല, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, നിലപാടുകളിൽ, സമൂഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒക്കെ തന്നെ അദ്ദേഹം ഒരു റോൾ മോഡലാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന റെസ്പെക്റ്റിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഏത് തലമുറയിലുള്ളവർക്കും അനുകരണീയമായ ജീവിത മാതൃകയുള്ള ഒരു മഹാപ്രതിഭയാണ്. അതെ. വളരെ കൊച്ചിലെ മുതൽ തന്നെ അദ്ദേഹത്തിനോടൊപ്പം സംസാരിക്കാനോ ഇടപഴകാനുള്ള അവസരം, ഈ മറ്റൊരാൾ എന്ന് പറയുന്ന സിനിമ, അച്ഛനോടൊപ്പം ഞാൻ അക്കാലത്ത് വണ്ടി ഓടിച്ച് കാർ ഓടിക്കുമായിരുന്നു. വളരെ ചെറുപ്പത്തിലായിരുന്നു. KG ജോർജ് അങ്കിളിൻ്റെ ആ ലൊക്കേഷനിൽ ഞാനിന്ന് സിനിമയിൽ വരുന്നതിൻ്റെ ഒരു കാരണവും മറ്റൊരാൾ എന്ന് പറഞ്ഞ സിനിമ തന്നെയായിരുന്നു. ആ സിനിമ ലൊക്കേഷനിൽ നിന്ന് കിട്ടിയ പ്രചോദനം. അന്ന് മമ്മൂക്ക അതിലുണ്ട്. മമ്മൂക്ക അതിനകത്ത് ചെയ്യുന്ന വേഷങ്ങൾ, അച്ഛൻ മമ്മൂക്കയെക്കുറിച്ച് തിരിച്ചു പോകുമ്പോൾ വണ്ടിയിലിരുന്ന് പറയുന്നത്, ഇതെല്ലാമാണ് എൻ്റെ മനസ്സിലുള്ള മധുരമായ ഓർമ്മകളെന്ന് പറയുന്നത്. ആ ബഹുമാനം ഇന്നും ഞാൻ അദ്ദേഹത്തിനോട് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഈസ് റിയലി ഗ്രേറ്റ്.